ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തെക്കുറിച്ചാണ് ഏതാനും ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞു വരുന്നത്. സൂറത്ത് നൂറിലെ 17-18 ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പാടില്ലാത്തതും സംഭവിക്കാൻ പാടില്ലാത്തതും മറ്റ് പലർക്കിടയിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വരാതിരിക്കാനും അള്ളാഹു ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദൃഷ്ടാന്തങ്ങളായി വിശദീകരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അൻതഊദൂലി മിസ്ലിഹി അബദ എന്ന് പറഞ്ഞതാണ്. ഒരിക്കലും അതുപോലെയുള്ളത് ആവർത്തിക്കാതിരിക്കാൻ. അപ്പം ആവർത്തിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിടയിൽ ഉണ്ടാവരുത്, നമ്മുടെ വീട്ടിലുണ്ടാകരുത്, സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അവിടെയും ഇവിടെയൊക്കെ കേൾക്കുന്നതും കാണുന്നതും നമ്മളെ ഇടയിലേക്ക് വരരുത്, നമ്മളെ വീട്ടിലേക്ക് വരരുത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. അതിനുള്ള ശക്തമായ ഒരു ഉപദേശം, മൗഇദത്താണ് അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലും പഠിക്കാനുള്ളത്. എന്താണ് ഈ മൗഇദത്തിൻ്റെ ആവശ്യകത? അത് ഏതൊക്കെ തലങ്ങളിൽ, എവിടെയൊക്കെ, ഏതൊക്കെ രൂപത്തിൽ അത് ഉണ്ടാകണം? അത് ഉണ്ടാകാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? നമ്മൾ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള നിലനിൽക്കേണ്ട ഉപദേശത്തെക്കുറിച്ചാണ്. ദാമ്പത്യ ജീവിതത്തിൽ നടക്കേണ്ട വളരെ ഗൗരവകരമായ ഉപദേശങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഏത് കരുത്തുള്ള ഒരു മനുഷ്യനും, ഏത് ശക്തനായ ഒരു മനുഷ്യനാണെങ്കിലും അവൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോകുന്നത് നിസ്സാരമായ ചെറിയ പ്രശ്നങ്ങൾക്ക് മുമ്പിലാണ്. നമ്മൾ തിരിച്ചറിയണം. നല്ല കരുത്തുള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ, തൻ്റെ കച്ചവടത്തിലും ബിസിനസ്സിലും തൻ്റെ ഏർപ്പാടിലുമൊക്കെ എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്ന ഒരു ചെറുപ്പക്കാരൻ, അതിന് എത്ര പ്രയാസം കഷ്ടപ്പെടാനും തയ്യാറാണ്. പക്ഷേ അങ്ങനെ കരുത്തുള്ള ആ ചെറുപ്പക്കാരൻ ശക്തി കുറഞ്ഞവനായി, ദുർബലനായി മാറണത് എവിടെയാണെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് മുന്നിലാണ്. അപ്പം സ്വന്തം ഭാര്യൻ്റെ ഭാഗത്ത് നിൽക്കാനും വയ്യ, സ്വന്തം ഉമ്മാൻ്റെ വാപ്പാൻ്റെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിൽക്കാനും വയ്യ, രണ്ട് ഭാഗത്ത് നിൽക്കാനും വയ്യ. അവിടെയും പ്രശ്നം, ഇവിടെയും പ്രശ്നം. എങ്ങനെ റബ്ബെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും? ഭാര്യയും പറഞ്ഞിട്ട് ആ രൂപത്തിൽ പൂർണ്ണമായും ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറല്ല. മാതാപിതാക്കളെ തിരുത്താനും അവരെ ഉപദേശിക്കാനും അതും പറ്റുന്നില്ല. എന്ത് ചെയ്യും ഞാൻ എന്ന ചില അവസ്ഥകൾക്ക് മുന്നിൽ, ഇത് ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തൊന്നുമല്ല, ഒരു കേസ് രണ്ട് കേസൊന്നുമല്ല, ഇങ്ങനെ കരുത്തുള്ള പല ചെറുപ്പക്കാരും ആകെ ദുർബലരായി, മനസ്സ് മടുത്ത്, അവരെല്ലാം അവരുടെ ജോലിയും ബിസിനസ്സും ഒക്കെ ശ്രദ്ധിക്കാൻ കഴിയാതെ അതിലൊക്കെ പിന്നോട്ടടിച്ച് ആകെ മൂഡൌട്ടായിട്ട് നടക്കുന്ന ഒട്ടനവധി ചെറുപ്പക്കാരെ കാണാം. അവസാനം അവർ പിന്നെ വേറെ വല്ല വഴിയിലേക്കും മാറിപ്പോവുകയും മാറി ചിന്തിക്കുകയും പിന്നീട് ലഹരിക്കടക്കം അടിമയാകുകയും അങ്ങനെ പിന്നെ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്രയോ ആൾക്കാരെ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതാണ് ഞാൻ പറഞ്ഞത് അൻ തഊദു ലി മിസ്ലിഹി അബദ എന്ന് പറഞ്ഞത്.
മറ്റ് പല കുടുംബങ്ങളിലും ഉള്ളത് നമ്മളെ കുടുംബത്തിലേക്ക് വരരുത്, നമ്മളെ വീട്ടിലേക്ക് വരരുത്, നമുക്കിടയിലേക്ക് വരരുത്, ഇത് ആവർത്തിക്കപ്പെടരുത്. അതിനാണ് അല്ലാഹു തആല ശക്തമായ ഉപദേശങ്ങൾ നൽകുന്നത്. അതാണ് ഉപദേശങ്ങൾ ശക്തമായി നിലനിൽക്കേണ്ട മേഖലകളെക്കുറിച്ച് പറഞ്ഞപ്പം ദാമ്പത്യ ജീവിതം എന്ന വിഷയം അല്ലാഹു തആല ശക്തമായി അവിടെ പറഞ്ഞത്. അപ്പം നമ്മൾ സൂറത്ത് അൽ ബഖറയിലെ ഒരു ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി. അവിടെ എന്താ പറഞ്ഞത്? ഫഇദൂഹുന്ന എപ്പോഴാ പറഞ്ഞത്? അല്ല തഖാഫൂന നുശൂസഹുന്ന, അതായത് ഭർത്താക്കന്മാര് ഭാര്യമാരെ ഉപദേശിക്കണം. എപ്പോൾ? അവർക്കിടയിൽ അവളിൽ നിന്ന് അനുസരണക്കേട് ഭയക്കുന്നുവെങ്കിൽ ഉപദേശിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ അവിടെ അതൊരു വിഷയമാണ്, പോയിന്റാണ്. ആ ഉപദേശം അവിടെ നടക്കണം. ആ ഉപദേശം എങ്ങനെയായിരിക്കണം? അതൊരിക്കലും അവളെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള രൂപത്തിലാവരുത്, അവളെ താക്കീത് ചെയ്യുന്ന രൂപത്തിലാവരുത്. മറിച്ച് അവൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന രൂപത്തിൽ, സൗമ്യമായ രൂപത്തിൽ, അവൾ അനുസരിക്കുന്ന രൂപത്തിൽ, ഒരിക്കലും നമ്മളെ ധിക്കരിക്കാൻ പറ്റാത്ത വിധം. അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ഒരു മനുഷ്യൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇപ്പം നമ്മളത് ചെയ്യാതിരിക്കുക, കേൾക്കാതിരിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എങ്ങനെ ഇപ്പം നമ്മൾ പോകാതിരിക്കുക? അമ്മ അങ്ങനെ വിളിച്ച ഇത്ര തിരക്കുണ്ടെങ്കിൽ എങ്ങനെ ഇപ്പം ആ പരിപാടിക്ക് പോകാതിരിക്കുക? കാരണം ആ മനുഷ്യൻ അങ്ങനെ വിളിച്ചതാണ്. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നമ്മളെങ്ങനെ പോകാതിരിക്കുക? അങ്ങനെ ചില ശൈലി ഉണ്ടാവും. എങ്ങനെ നമ്മളത് കേൾക്കാൻ? ആ രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഉപദേശിക്കേണ്ടത്. അവിടെയാണ് ആ ഉപദേശത്തിന് ഫഇലൂഹുന്ന എന്ന് പറഞ്ഞ ആ ഉപദേശത്തിൻ്റെ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വന്തം ഭാര്യമാരെ ഉപദേശിച്ചുകൊണ്ട് കാണിച്ചു തന്നു. ഭയങ്കര പൊട്ടിത്തെറി നടക്കേണ്ട മേഖലകൾ, ഭയങ്കരമായിട്ട് വൈകാരികമായി പ്രതികരിക്കേണ്ട പല മേഖലകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തായി? വളരെ സൗമ്യമായിട്ട് പ്രതികരിച്ചപ്പോൾ എന്തായെന്ന് ചോദിച്ചാൽ വലിയ വിഷയങ്ങൾ അവിടെ ഒന്നുമല്ലാതായി മാറി. അതാണ് പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന പായസത്തിൻ്റെ ഒരു ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ച സംഭവം അറിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ നബി മറ്റൊരു ഭാര്യയുടെ അടുക്കൽ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യണത്? ഇത് പായസം കൊണ്ടുവരണത്. ഇത് കണ്ട് പറ്റാതെ പെട്ടെന്ന് തട്ടിത്തെറിപ്പിച്ച് ആ പായസവും ഗ്ലാസും ഒക്കെ അവിടെ വീണ് പൊട്ടിച്ചിതറി. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ആണിന്റെ മുന്നിൽ വൈകാരികമായി മാറാനും ദേഷ്യം പിടിക്കാനും ചീത്ത പറയാനും ഒക്കെ സാധ്യതയുള്ള ഒരു രംഗമാണ്. ആ രംഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൺട്രോൾ ചെയ്യണം. നോക്കി നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൺട്രോൾ ചെയ്യണം അവിടെ. കാരണം അതൊരു വലിയൊരു കുടുംബ പ്രശ്നമായി മാറേണ്ട ഒരു ഘട്ടമാണത്. വലിയൊരു കുടുംബ പ്രശ്നം, വലിയൊരു പൊട്ടിത്തെറി കുടുംബത്തിൽ നടക്കേണ്ട ഒരു വിഷയമാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനമാണ് ആ പ്രശ്നം ഒന്നുമല്ലാതെയായി മാറിയത്. നബി ഒന്നും പ്രതികരിച്ചില്ല. നബി അവിടെ സൈക്കോളജി മനസ്സിലാക്കി, ഒരു പെണ്ണിന്റെ മനഃശാസ്ത്രം റസൂല് മനസ്സിലാക്കി. അവിടെ കുറ്റപ്പെടുത്താനല്ല പോയത്. എന്തുകൊണ്ട് മറ്റേ ഭാര്യയ്ക്ക് ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ടാണ് ഈ പായസത്തിന്റെ ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കപ്പെട്ടത്? ഞാൻ പായസം കുടിക്കുന്നതിലുള്ള വെറുപ്പാണോ, അനിഷ്ടമാണോ, അല്ലെങ്കിൽ എനിക്ക് പായസം കിട്ടരുതെന്നുള്ള പ്രശ്നമാണോ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് കൊണ്ടുവന്ന പ്രശ്നമാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു അവകാശം ആ ഒരു സമയത്ത് ഇവിടെ ഞാനാണല്ലോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിന് എന്ന ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ആ വിഷയങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് മനസ്സിലാക്കി റസൂലുള്ള ഒന്നും പ്രതികരിക്കാതെ, ഒരുപക്ഷെ കൈ ഉയർന്നു പോകുന്ന ഘട്ടമായിരിക്കാം, ശബ്ദം ഉയർന്നു പോകുന്ന ഘട്ടമായിരിക്കാം, ശബ്ദം ഉയർന്നു പോവുകയോ കൈ ഉയർന്നു പോവുകയോ ഒക്കെ ചെയ്യുന്ന ഘട്ടം. റസൂല് ഒന്നും പറയാതെ ആ ഭക്ഷണ അവശിഷ്ടങ്ങൾ വാരി വൃത്തിയാക്കി, പൊട്ടിയ ഗ്ലാസ് എടുത്ത് വൃത്തിയാക്കി വെച്ച് എല്ലാം ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തട്ടിത്തെറിപ്പിച്ച ഭാര്യയോട് പറഞ്ഞു, ഗ്ലാസ് അവിടുത്തതാണ്, പകരം ഒരു ഗ്ലാസ് അങ്ങോട്ട് കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞ ആ പ്രശ്നം അവിടെ തീർന്നു. അപ്പോൾ ഒരിക്കലും ഒരു പക്ഷേ ഈ തട്ടിത്തെറിപ്പിച്ച ഭാര്യ ഒരിക്കലും ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് കരുതി കൂട്ടി ചെയ്തതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് വിചാരിച്ചത് ഒന്നും ആകണമെന്നില്ല. അപ്പം അവിടെയാണ് നമ്മുടെ സമീപനങ്ങൾ അതൊരു ഉപദേശത്തിൻ്റെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ വെറും തൊള്ളോണ്ട് പറച്ചിൽ മാത്രമെന്ന് ആരും കരുതണ്ട.
ഉപദേശിക്കുക എന്ന് പറയുന്നത് തൊള്ള കൊണ്ട് നമ്മൾ പറയുന്ന മണിക്കൂറുകൾ ഇരുത്തി പറയുന്ന വയലാന്ന് വിചാരിക്കണ്ട. അത് മാത്രല്ല, ചിലപ്പം ഒരു നോട്ടം മാത്രം മതിയാവും. ചിലപ്പം ഒരു നോട്ടം മാത്രം മതിയാവും. അതൊരു വലിയ ഉപദേശമായിരിക്കും. ചിലപ്പോൾ ഒരു നോട്ടം നോക്കിയാൽ മതി. ആ നോട്ടത്തിന്റെ അർത്ഥം, അതിന്റെ പിന്നിൽ ഒരുപാട് ഉപദേശങ്ങൾ ഉണ്ടാകും. അത് മനസ്സിലായിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊന്നും പറയേണ്ടി വരൂല, ഒരു വാക്ക് പോലും പറയേണ്ടി വരൂല. മനസ്സിലായിട്ടല്ലോ. ഇത് എന്താണ്? ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് പോകലാവും. ചിലപ്പം ഒരു വലിയ മൗഇലത്ത്, വാക്കുകൾ മാത്രം നമ്മളിങ്ങനെ ഇരുത്തിയിട്ട് അതിങ്ങനെ പറഞ്ഞ് ഉപദേശിച്ച് പറഞ്ഞേനെ പറഞ്ഞ് ഉപദേശിച്ച് അല്ലെ നമ്മളെ ഉപദേശം കൊണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്യാ ഉള്ള ബന്ധം മുറിഞ്ഞു പോലെ ഉപദേശത്തിന്റെ ഊക്കുണ്ട്. അപ്പം അങ്ങനെ മണിക്കൂറുകൾ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞ് വെറുപ്പിക്കലാണ് ഉപദേശം എന്ന് ആരും വിചാരിക്കണ്ട. ചില സ്ഥലത്ത് എന്തായിരിക്കും ഉപദേശം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്നാണ് എഴുന്നേറ്റ് പോകലോ. അപ്പം നമ്മുടെ അസാന്നിധ്യം, നമ്മൾ അവിടുന്ന് എന്തിന് എഴുന്നേറ്റ് പോയി എന്നുള്ളത് ബാക്കിയുള്ള ചിന്തിക്കും. അപ്പം അതൊരു വലിയ മെസ്സേജ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഉപദേശം എന്നത് പല രൂപത്തിലും നിർവഹിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി അല്ലാഹു തആല പറയുന്ന ഇതേ വിഷയം, ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഉപദേശത്തെക്കുറിച്ച് പറയുന്ന അടുത്തൊരു വിഷയം വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ, പിന്നെ സൂറത്ത് മുജാദിലയിലെ ആദ്യ ഭാഗത്ത്. ഇപ്പം ശ്രദ്ധിക്കുക, ഒന്നും കൂടി പറയാം. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് ഭാര്യമാർക്കിടെ അനുസരണക്കേട് ഭയപ്പെടുന്നുവെങ്കിൽ ഉപദേശിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഘട്ടം എന്താ? ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ. അതെന്താണെന്നറിയങ്ങള്? കിടപ്പറയിൽ നിന്ന് വിട്ടു നിൽക്കുക, അകന്ന് നിൽക്കുക. കിടപ്പറയിൽ നിന്ന് വിട്ട്, ഈ അകൽച്ച, കിടപ്പറയിലെ അകൽച്ച എന്ന് പറയുന്നത് ഒരു വലിയ മെസ്സേജാണ്. മനസ്സിലല്ലേ പറഞ്ഞേ? മെസ്സേജ് വെറും കാതിന് മാത്രം ആരും വിചാരിക്കണ്ട. മൗഇലത്ത് വെറും കാതുകൾക്ക് മാത്രം വിചാരിക്കണ്ട. നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന കുറേ മെസ്സേജുകളുണ്ട്, കുറേ ഉപദേശങ്ങളുണ്ട്. അത് നമുക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ, വെള്ളം കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ശാരീരികമായ നമ്മളെ മറ്റ് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ വരുമ്പോൾ നമുക്കൊരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാവും. മനസ്സിലായിട്ടല്ല? അപ്പം ഒറ്റക്ക് ഒരു ദിവസം ഒന്ന് കിടക്കേണ്ടി വരുമ്പം കുറേ അറിവുകൾ കിട്ടും, പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് ഫഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ. അതിനും ശേഷമാണ് വദ്രിബൂഹുന്ന. ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ചില സമയത്ത് ചില വിഷയങ്ങളിൽ ചിലപ്പോൾ ഒരു അടി കൊടുത്തെങ്കിലേ ചിലപ്പോൾ എന്താവുള്ളൂ, ചിലപ്പം അങ്ങനത്തെ ഒരു ഘട്ടം ഉണ്ടാവും. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ആദ്യം തന്നെ അതാ ചെയ്യലേ. ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് എന്ത് ചെയ്യാം, പലപ്പോഴും ആദ്യം ചെയ്യല്. അതെന്തുകൊണ്ടാണ്? ഖുർആനികമായ ഈ അള്ളാന്റെ ഉപദേശം നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ ഈ ഘട്ടങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഏറ്റവും വലിയൊരു പ്രശ്നം, ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കൊടുക്കുന്നത് ഡിവോഴ്സിലേക്ക് എത്തുക, ലാസ്റ്റ് അല്ലെ, ത്വലാഖിലേക്കാണ് എത്തുക. ഈ ത്വലാഖ് അനുവദിച്ചത് ഒരിക്കലും ത്വലാഖ് അല്ലാഹു അനുവദിക്കുകയായിരുന്നു. ത്വലാഖിന്റെ ചില വിഷയങ്ങൾ നിർബന്ധമായും ത്വലാഖ് നടക്കേണ്ട ചില വിഷയങ്ങൾ മനുഷ്യൻ ജീവിതത്തിൽ വരുമെന്നതിനാലാണ് ത്വലാഖ് അനുവദിച്ചത്. അല്ലാതെ നമ്മളെ നാട്ടിൽ നടക്കുന്ന ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ കണ്ണ ഒഴിവാക്കി അവളോട് ഒഴിവാക്കിക്കളാം, അവളോട് വിട്ടാളെന്ന് പറഞ്ഞ പരിപാടി ഇസ്ലാമിലില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അനിവാര്യമായും ചില ഘട്ടങ്ങളിൽ ത്വലാഖ് ചെല്ലലല്ലാതെ നിർവാഹമുണ്ടാവില്ല. അതിന് ചില ഈ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും നമ്മളെ നാട്ടിൽ കാണുന്ന കുടുംബ പ്രശ്നങ്ങളും ചെറിയ ചെറിയ വഴക്കും അതൊന്നല്ല ത്വലാഖിന്റെ കാരണങ്ങൾ. ത്വലാഖിന് അതിനും അപ്പുറം ചില വിഷയങ്ങൾ ത്വലാഖിന്റെ കാര്യത്തിൽ വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അത് അനുവദിച്ചത്. ഏതുപോലെ ഇസ്ലാം അടിമത്തം എന്നതിന് ഇസ്ലാം എത്രമാത്രം നിരുത്സാഹപ്പെടുന്ന സംഗതിയാണ് അല്ലെ. പക്ഷെ അടിമത്തം ഇസ്ലാം വിരോധിച്ചിട്ടുണ്ടോ? അടിമത്തം ഇസ്ലാം വിരോധിച്ചിട്ടുണ്ടോ? അടിമത്വം എന്നത് ഇസ്ലാം അംഗീകരിക്കാത്തൊരു സംഗതിയല്ലേ, ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്ന സംഗതിയല്ലേ. അത് വിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താ ഒന്ന് മനസ്സിലാക്കണം. ഒരേ ഒരു കാരണമാണ് അതിന്റെ പിന്നിലുള്ളത്.
ഇസ്ലാം അത് വിരോധിക്കാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു ഇസ്ലാമിക രാജ്യത്ത് നിന്ന് മറ്റ് ശത്രു രാജ്യം പടയാളികളെ അടിമകളാക്കി വെക്കും, അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോകും, ബന്ദികളാക്കി പിടിക്കും, ബന്ദികളാക്കും. അപ്പം അപ്പുറത്ത് നിന്നുള്ള ആ രാജ്യത്ത് നിന്നുള്ള പട്ടാളക്കാരും അതെ ശത്രു സൈന്യത്തിലെ ആൾക്കാരും ഇവിടെയും എന്തുണ്ടാവും, ബന്ദികളായി പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഇസ്ലാമിക രാജ്യത്തിലെ ബന്ദികളെ വിടണമെങ്കിൽ എന്ത് വേണം? ചർച്ച വേണം. അവിടുന്ന് ഇങ്ങോട്ട് വിട്ടിറങ്ങാൻ അവരത് നമ്മളെ കയ്യിലുണ്ട്. ഇസ്ലാം അടിമത്തെ വിരോധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെ ബന്ദികളാക്കി വെക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അവിടെ ചർച്ച നടക്കാതെ പോകും. പറഞ്ഞാൽ മനസ്സിലാവണം. അതെ, ബന്ദികളാണ് ഇസ്ലാം. അന്നത്തെ കാലഘട്ടത്തിൽ അടിമകളാകണത് എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ അടിമകൾ ഉണ്ടായത് ഏത് രൂപത്തിലാണ്? അടിമത്തം എന്ന അടിമകൾ ഉണ്ടാകുന്ന പല വിഷയങ്ങളിൽ ഒന്നാണെന്ത്? യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന, യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്ത് എന്തായിരുന്നു? വെറും സ്വർണവും വെള്ളിയും അല്ലെങ്കിൽ ഇത് മാത്രമായിരുന്നോ? യുദ്ധത്തിൽ കിട്ടുന്ന യുദ്ധാർജിത സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പടയാളികളെ, ആ യുദ്ധ സൈന്യങ്ങളെ ഇവർ പിടിച്ചു വെച്ച് അവരെ കൊണ്ടുവന്ന് പിന്നെ ഇവർ അടിമകളാക്കാണ്. മനസ്സിലായിട്ടില്ല പറഞ്ഞ? അപ്പൊ അത് ഇസ്ലാം അടിമത്തെ വിരോധിച്ചിട്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ചർച്ച നടക്കാൻ എന്ത് വേണം? മുസ്ലിം ഇസ്ലാമിക രാജ്യത്തെ പടയാളികളെ, സൈന്യങ്ങളെ മറ്റ് ശത്രു രാജ്യം അടിമകളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഞങ്ങളും വെച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്യണം? ഇവരെ വിട്ടിരുന്നെങ്കിൽ അവരെയും വിട്ടുതരണമെന്ന ചർച്ച അവിടെ നടക്കണം. അതേ സമയത്ത് ഇസ്ലാമിന്റെ വിരോചനം ഇസ്ലാമിനെ വെക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞേ മനസ്സിലായിട്ടാ? ഇങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ത്വലാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തോന്നിയവർക്കൊക്കെ തോന്നിയ മട്ടത്തിൽ ചെയ്യാനൊരു കാര്യമായിട്ട് പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ത്വലാഖുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ ഉപദേശത്തിന്റെ ശക്തമായ താക്കീതുകൾ വരാനുള്ള കാരണം. അതിൽപ്പെട്ട ഒന്നാണ് നബിന്റെ കാലത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. നബിന്റെ കാലത്ത് ലിഹാറി എന്നൊരു വിവാഹമോചന സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്താ അതിന്റെ പേര്? ലിഹാർ. എന്താ ലിഹാർ എന്ന് പറഞ്ഞാല്? ഭർത്താവിന് ദേഷ്യം പിടിച്ചാല് ഭർത്താവ് അപ്പ പറയും, എനിക്ക് ജിന്റെ ഉമ്മന്റെ മൈര്യാന്നാണ്, എനിക്കിന്റെ ഉമ്മന്റെ മൈര്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് അന്നത്തെ ഒരു പ്രയോഗമാണ്. നമ്മൾ തമ്മിൽ ഇനി യാതൊരു രൂപത്തിലുമുള്ള ശാരീരിക ബന്ധങ്ങളും ഉണ്ടാവൂല. അതൊരു വലിയ വിഷയമായിരുന്നു അവിടെ ലിഹാർ. അത് ത്വലാഖിലേക്കാണ് എത്തുന്നത്. അപ്പം ഭർത്താക്കന്മാര് അന്ന് നബിന്റെ കാലത്ത്, വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അനങ്ങിയാൽ അതാ പറയാ, ബന്ധം വിച്ഛേദിക്കാം. ഇന്നിപ്പം ലിഹാറാണെന്നില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യും? ആണ് പെണ്ണിനോടുള്ള വിരോധവും പെണ്ണ് ആണിനോടുള്ള വിരോധവും തീർക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിസമ്മതം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഒരു പെണ്ണിന് ആണിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആണിന് ഇപ്പൊ നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, ഇതുപോലെയുള്ള ഒരു വികാരമാണെന്ത്? മനുഷ്യന്റെ ലൈംഗികമായ വികാരം എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും തന്റെ ലൈംഗികമായ ആവശ്യത്തിന് വേണ്ടി ഭാര്യയെ സമീപിക്കുമ്പോൾ ഭർത്താവിനോട് ഭാര്യയ്ക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവിടെ അവൾ കാണിക്കുന്ന ഒരു കാര്യമാണെന്ത്? ലൈംഗിക ബന്ധത്തിന് സമ്മതിക്കാതിരിക്കുക. നമ്മൾ തമ്മിൽ ഇനി ബന്ധമില്ല എന്ന് പറയാം. അങ്ങനെ മാസങ്ങളോളം, ആഴ്ചകളോളം, വർഷങ്ങളോളം രണ്ട് ആൾക്കാർ തമ്മിൽ ജീവിക്കുന്നുണ്ടെന്നല്ലാതെ ഒരു ബന്ധം അവിടെ നടക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ എത്രയോ കേസുകളുണ്ട്. ഇത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആണിന്റെ ഭാഗത്തുണ്ടാകും, പെണ്ണിന്റെ ഭാഗത്തുണ്ടാകും. അപ്പൊ ഇവിടെ അന്നത്തെ കാലത്ത് ഈ ലിഹാറി എന്ന സമ്പ്രദായം, അതായത് ഈ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വരെ ദേഷ്യം പിടിച്ച അപ്പം എനിക്കിന്റെ ഉമ്മനെ പോലെ എന്ന് പറഞ്ഞാൽ ലിഹാറി ചെയ്യാം. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു പെണ്ണ് പരാതിയുമായിട്ട് വന്നു. നബിയെ ഇങ്ങനെ ഭർത്താവ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അനങ്ങിയാൽ ഇങ്ങനെ ദിഹാർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ പരാതി നബി കേട്ടു എന്നല്ല പറഞ്ഞത്, അള്ളാഹു കേട്ടു എന്ന് പറഞ്ഞ ആയത്തിറങ്ങി. അതാണ് സൂറത്ത് മുജാദിലയിലെ ആദ്യത്തെ ഭാഗം. ഒന്ന് മറിക്കെല്ലാരും. 58-ാമത്തെ സൂറത്ത്, സൂറത്ത് മുജാദില, 58-ാമത്തെ സൂറത്ത്.
അതിൽ 1 മുതൽ 4 വരെയുള്ള ആയത്ത്. الشيطان الرجيم بسم الله الرحمن الرحيم قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم. ഭയങ്കരമായൊരു വിഷയമാണിത്. ഖദ് സമയ അള്ളാഹ് കേട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടാ. തന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ നബിയെ താങ്കളടുക്കൽ വന്ന് തർക്കിക്കുന്ന ആ ഒരു പെണ്ണിന്റെ വാക്ക് അള്ളാഹ് കേട്ടിട്ടുണ്ട്. വതഷ്തക്കി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് സങ്കടം ബോധിപ്പിക്കുന്ന ആ പെണ്ണിന്റെ വാക്ക്. വല്ലാഹു യസ്മഉ തഹാവറകുമാ, രണ്ടാളുടെയും സംസാരം അള്ളാഹു കേട്ടിട്ടുണ്ട്. വല്ലാഹു ഇന്നല്ലാഹു സമീഉൻ ബസീർ, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇത് ഈ മറുപടി അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഈ പെണ്ണിങ്ങനെ അള്ളാഹുവിലേക്ക് ആവലാതി ബോധിപ്പിച്ച് സങ്കടം പറയാണ്, ഭർത്താക്കന്മാരിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഉടനെ തന്നെ എന്ത് ചെയ്യാണ്? ആകാശത്ത് അള്ളാഹ് കേട്ടു എന്ന് പറഞ്ഞ് വഹീ വരികയാണ്. നമ്മൾ മനസ്സിലാക്കണം. 2 അല്ലദീന യുളാഹിറൂന മിൻകും മിൻ നിസാഇഹിം മാ കുന്ന ഉമ്മഹാത്തിഹിം ഇൻ ഉമ്മഹാത്തുഹും ഇല്ല ലാഇ വലദിനഹും. നിങ്ങളെ കൂട്ടത്തിലെ ഈ സ്ത്രീകളെ ലിഹാറ് ചെയ്യുന്ന ആൾക്കാർ, അത് ഉമ്മനെ പോലെ എന്ന് പറയുന്ന ആൾക്കാർ, മാകുന്ന ഉമ്മഹാത്തിയും, ഈ ഭാര്യമാർ ഒരിക്കലും നിങ്ങളെ ഉമ്മമാരല്ല. ഉമ്മമാരെന്ന് പറഞ്ഞാൽ ആരാ? ഇല്ലല്ല ഈ വലതിനും നിങ്ങളെ പ്രസവിച്ചവര് മാത്രമാണ് ആര്? നിങ്ങളെ പ്രസവിച്ച സ്ത്രീകൾ മാത്രമാണ് ഉമ്മ, അല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഭാര്യമാരല്ല, ഉമ്മമാരല്ല. വഇന്നഹും ലയഖൂലൂന മുൻകറ മിനൽ ഖൗലി വസൂറ, തീർച്ചയായും നിങ്ങൾ ആ പറഞ്ഞ വാക്ക് അസത്യമാണ്, അത് ദുഷിച്ച വാക്കാണ്, അങ്ങേയറ്റത്തെ വേണ്ടാത്ത വാക്കാണ്. വഇന്നല്ലാഹ ലഅഫുവുൻ ഗഫൂർ, എന്നാൽ അല്ലാഹ് എല്ലാം പൊറുക്കുന്നവനും മാപ്പ് നൽകുന്നവനുമാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, വലദിന യുളാഹിറൂന മിൻ നിസാഇം സുമ്മ യഊദൂന, നിങ്ങൾ ഭാര്യമാരെ നിങ്ങൾ പിന്നെ ഇൽഹാർ ചെയ്യുകയും പിന്നെ സുമ്മ യഊദൂന ലിമാ ലിമാ ഖാലു ഫതഹ്രീറു റഖബത്തിൻ മിൻ ഖബ്രി യതമാസ, നിങ്ങൾ ഇങ്ങനെ ഇൽഹാർ ചെയ്തിട്ട് പെണ്ണുങ്ങൾ അങ്ങനെ പിന്നെ ഒരു ഒഴിവാക്കിയാൽ അത് ചെറിയ കാര്യമല്ല. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇൽഹാർ ചെയ്യുക, പിന്നെ തോന്നുമ്പോൾ ഇങ്ങനെ സ്വീകരിക്കുക, ഈ പരിപാടി പറ്റൂല, വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ ഇനി ആരെങ്കിലും ഇൽഹാർ ചെയ്താൽ ഇതിന്റെ കഫാറത്ത് എന്താ?
ലിഹാറിന്റെ കഫാറത്ത് പ്രഖ്യാപിക്കുക. ലിഹാറിന്റെ കഫാറത്ത് ഭയങ്കര, കാരണം ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്ന നിലക്കാണ്. എന്താ കഫാറത്ത്? തഹ്രീറു റഖബ. നിങ്ങൾ എന്ത് ചെയ്യണം? അടിമനെ മോചിപ്പിക്കണം. നിങ്ങൾക്ക് കബലിക്കാൻ തമാസ. അതെന്റെ ഓളെ ഇനി തൊടാൻ പറ്റൂല. ഓളെ നിങ്ങൾക്ക് രണ്ടാമത് ഓളെ മേത്ത് തൊടണമെങ്കിൽ തമാസ, അവളെ സ്പർശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലിഹാറ് ചെയ്താൽ എൻ്റെ പെരീക്ക് വെക്കും, എനിക്ക് എൻ്റെ മന നമ്മളെ തമ്മിൽ ബന്ധമില്ല എന്നൊരു ആണ് പറഞ്ഞാൽ പിന്നെ ഇനി ഓളെ ഓനക്ക് തൊടണമെങ്കിൽ നിങ്ങൾ കബലിക്കാൻ തമാസ മസാറത്തോടല്ല സ്പർശിക്കല, ഓളെ മേത്ത് തൊടണമെങ്കിൽ എന്ത് വേണം? അടിമനെ മോചിപ്പിക്കണം. ഇല്ലെങ്കിലോ തമാശ തൊലാക്കിന് വിഷയത്തിൽ തമാശ ഇല്ല. അല്ല, അതല്ല തൊലാക്കല്ല, ലിഹാറ്. തൊലാക്ക് പല ടൈപ്പ് തൊലാക്കുണ്ട്. ഇത് ലിഹാറിലൂടെ വരുന്ന തൊലാക്കിനെ സംബന്ധിച്ചാ പറഞ്ഞത്. അപ്പൊ അള്ള പറയണത് എന്താണ്? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വളം ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റൂല. അതിന് മുമ്പ് ഒരു അടിമനെ മോചിപ്പിക്കണം. എന്നിട്ട് അള്ള പറഞ്ഞ വാക്ക് ദാലിക്കും തുഅദു ബിഹി. കണ്ടാ, ദാലിക്കും അത് നിങ്ങൾക്ക് അള്ള തരുന്ന ഉപദേശമാണ്. നമ്മളെ വിഷയം എന്താണ്? ഉപദേശം മൗഖിലത്താണ്, ശക്തമായിട്ട് ഉപദേശമാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അള്ള നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇനി കഫാർത്ത് ബാക്കി. ഒരു കഫാർ അടിമനെ മോചിപ്പിക്കപ്പോ നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഫമല്ല യജിദ് ഫസിയാമു ഷഹ്റൈനി മുതതാബിയൈനി. 2 മാസം തുടർച്ചയായി നോമ്പ് എടുക്കണം. എങ്ങനെ? ഷഹ്റൈനി മുതതാബിയൈന. ഒരു 60 ദിവസം നോമ്പ് പറ്റാ പോലെ, എപ്പോഴെങ്കിലൊക്കെ നോറ്റാ പോലെ, തുടർച്ചയായിട്ട് 1 മാസം നോമ്പ് പറ്റി പിന്നെ നോമ്പ് വിട്ടാൽ പിന്നെയും എന്ത് ചെയ്യണം? തലക്കന്ന് വീണ്ടും 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് കൊടുക്കണം. ബാക്കി അമലം യസ്തത്തി. ഇനി അതിന് കഴിയില്ലെങ്കിൽ ഫൈത്അമു 60 മിസ്കീന, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. എത്ര ആൾക്കാർക്ക്? 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. ദാലിക ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി വതിൽക ഹുദൂദുല്ലാഹി വലിൽ കാഫിരീന അദാബുൻ. അള്ളാന്റെ അതിർത്തി, അള്ളാന്റെ നിയമങ്ങളാണ്, അത് ലംഘിക്കാൻ പറ്റൂല. ശക്തമായ ശിക്ഷ ഉണ്ടാകും. അള്ളാഹുവിലും അന്ത്യദിനത്തിലും റസൂലിലും ഒക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ശക്തമായ വിഷയം അള്ളാഹു ലിഹാറിന്റെ കാര്യത്തിൽ ഉപദേശം കൊടുക്കുകയാണ്. പലപ്പോഴും ഒരു വിഷയം എന്താ പറയുക, ഇപ്പോൾ പിന്നെ നമ്മുടെ നാട്ടില് കിട്ടുന്ന ഉപദേശം എന്താ പറയുക? ഖുർആനിക ഉപദേശമല്ല, കിട്ടണ ഉപദേശം. ഒരു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പലപ്പോഴും എന്താ വെച്ചാൽ ഇതിങ്ങോട്ട് പോന്നാളിനെ അവിടുന്ന് ആരാ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറഞ്ഞു? കടിച്ചു തൂങ്ങി നിൽക്കുന്നു പാടാ, അവിടുന്ന് പോന്നാളെ വിട്ടാളെ പോരെ, ഒഴിവാക്കിക്കാളാ. ഇതൊക്കെയാണ് പലരും പല ആൾക്കാരും പറഞ്ഞു കൊടുക്കുക. നിസ്സാരമായിട്ട് കണക്കാക്കും. അതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താന്നുള്ളത് വളരെ ഗൗരവമാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം നമ്മളെ പിന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഉപദേശം, അമാരത്തിന് ആങ്ങളാര് പെങ്ങന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം, ഇതൊക്കെ ശരിക്കും നല്ലോണം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം പിന്നെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, നമ്മുടെ ഖുർആൻ പഠിതാവാ, അദ്ദേഹം പറഞ്ഞു പിന്നെ എൻ്റെ കുടുംബത്തിൽ ചെറിയൊരു പ്രശ്നം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡൈവോഴ്സിൻ്റെ ഇതിൽ നിൽക്കുകയാണ്. കാരണം ഇനി ഡൈവോഴ്സ് അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല, തീരുമാനിച്ചു കഴിഞ്ഞു, ഡൈവോഴ്സിന് അതിൽ നിൽക്കുക. അപ്പം ഒന്ന് ലാസ്റ്റ് ഒരു പരിശ്രമം എന്ന നിലയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റുമെന്ന്. ആയിക്കോട്ടെ സംസാരിക്കാൻ നമുക്കെന്ന് പറഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വന്നു. ആദ്യം ഭർത്താവ് വന്നു, ഒറ്റക്കാണ് വന്നത്. കുറച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഭാര്യൻ്റെ ആങ്ങളും കൂടി ഒരു വേറെ വണ്ടിക്കാണ് വന്നത്. അങ്ങനെ സംസാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചെല്ലാം സംസാരിച്ച് വിവരങ്ങൾ അറിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെ പുറത്തിരുത്തി ഭാര്യനെയും അവളെ ആങ്ങളുടെയും കൂടി വിളിച്ച് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അവർക്കിടയിൽ ത്വലാഖിൻ്റെ വക്കത്ത് എത്തേണ്ട ഒരു ഗൗരവകരമായ വിഷയമില്ല. അവർക്ക് ചില ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് അവരെങ്ങനെ അകറ്റി കൊണ്ടുപോയത്. അപ്പം ഞാൻ സംസാരിച്ച് വന്ന് ആ വിഷയം സോൾവ് ചെയ്ത് അവസാനം ഖുർആനികമായ ഉപദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പം അവരത് ഉൾക്കൊണ്ടത് മാത്രമല്ല, വേറെ വന്ന ആൾക്കാർ തിരിച്ചു പോകുമ്പോൾ ഒരു വണ്ടിയിലാണ്, ഭർത്താവ് വന്ന ബൈക്കിൻ്റെ ബാക്കിലാണ് ഭാര്യ കയറി പോയത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ആ ഒരു സന്തോഷകരമായൊരു അവസ്ഥ ആ ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് അവിടുന്ന് പിന്നീട് അതിന് ശേഷം ഇനി വരുന്ന കാര്യങ്ങളൊക്കെ അതെല്ലാം വേറെ. ഞാൻ പറഞ്ഞത് ഖുർആനികമായി നമ്മളൊരാളെ ഹൃദയത്തിലേക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പം ആ ഹൃദയത്തെ സ്വാധീനിക്കണം. പിന്നെ അത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണമെന്നറിയണം, അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഖുർആൻ ഇനി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ എന്താവും? വീണ്ടും ശൈത്താൻ കയറും. ആ ഉപദേശങ്ങൾ അവർക്ക്, ആ ഉപദേശം ഖുർആന്റെ എന്തുകൊണ്ടാണ് രണ്ട് വഴിക്ക് രണ്ട് രൂപത്തിൽ
രൂപത്തിൽ വന്ന ആൾക്കാർ, അത് അവർക്ക് വേണ്ടിയല്ല, ആർക്കൊക്കെ വേണ്ടി വരുന്ന രൂപത്തിൽ, നമുക്ക് ഇങ്ങനെ ഡൈവേഴ്സല്ല നടക്കുക എന്നുള്ള രൂപത്തിൽ തീരുമാനിച്ച് വന്ന ആൾക്കാർ ഖുർആനികമായി ഒരു 1/4 മണിക്കൂർ നേരം മാത്രം അവർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പം അവരെ ഹൃദയങ്ങൾ തമ്മിൽ അടുത്തു. നമുക്ക് അത് വേണ്ടെന്ന് അവർ തീരുമാനിച്ചു, ഒരുമിച്ച് ജീവിക്കണം തീരുമാനിച്ച് അവർ പോയി. ഇതെന്തുകൊണ്ടാണ്? അതേ സമയത്ത് അവർക്ക് മറ്റുള്ള പല ഭാഗത്തും കിട്ടുന്ന ഉപദേശങ്ങൾ ഇതാണ്: എന്തിനാണ് ഞാൻ അവിടെ തൂങ്ങിക്കണ്, ഞാൻ ഒഴിവാക്കി കളങ്ങോട്ട് പോന്നാളാ എന്നൊക്കെ പറയുന്ന ഉപദേശങ്ങൾ നിസ്സാരമാക്കി കണക്കാക്കല പലർക്കും. ആ പറയുന്ന ആൾക്കാർ ഒരു വാക്കുകൊണ്ട് തകർന്നു പോണത് എവിടെയിരിക്കും? ഈ കുടുംബമായിരിക്കും, അവരുടെ ജീവിതമായിരിക്കും. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പം, പെണ്ണായിട്ട് സംസാരിച്ചപ്പം, അദ്ദേഹത്തിൻ്റെ സംസാരിച്ച വിഷയമൊക്കെ ഒന്ന് തന്നെ. അവർക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നുമില്ല, സാമ്പത്തികമായ കുറെ പ്രയാസങ്ങളാണ്, സാമ്പത്തികമായ കുറെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പെണ്ണിനുള്ള പരാതി എന്താന്ന് ചോദിച്ചാൽ ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും മൂപ്പര് ഒരുപാട് പരിപാടികൾ തുടങ്ങി, ഒരുപാട് കച്ചവടം ബിസിനസ്സൊക്കെ തുടങ്ങി, എല്ലാം പൊളിഞ്ഞ ഒന്നും ആവണില്ല. ഇപ്പോഴും വാടക വീട്ടിലാണ്. ഒരു കെട്ടിക്കാനായ മകളുണ്ട്, പിന്നെ 9ാം ക്ലാസ് പഠിക്കുന്ന വേറൊരു കുട്ടിയുണ്ട്, ഇതൊക്കെ ഉണ്ട് കുടുംബത്തിൽ. മക്കൾ ഇപ്പോഴും വാടക വീട്ടിലാണ്, എവിടെ എത്തുന്നില്ല. മൂപ്പര് പരിശ്രമിക്കണം, നോക്കണമെന്ന് ഓടിയ ആകണില്ല, കുടുംബം രക്ഷപ്പെടണില്ല, എപ്പോഴും വാടക വീട്ടിലാണുള്ളത്. അങ്ങനെ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇനിയിത് പിരിയല്ലാതെ ഇപ്പം നമ്മൾ ചോദിക്കും സ്വർണ്ണം അതും ഇതൊക്കെ എല്ലാം കൊണ്ട് എല്ലാം വിറ്റെല്ലാം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ദേഷ്യം പിടിക്കുകയാണ്, ഇപ്പം അടിക്കാൻ വരികയാണ്, ഉപദ്രവിക്കുകയാണ്, ഇപ്പം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന അവസ്ഥകൾ വരികയാണ്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്താണ്. ഇത് സംസാരിക്കുന്ന ഈ പരാതി പറയുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി അവസാനം കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ എന്താണ് സമ്പത്ത്, നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിൻ്റെ ആവശ്യം എന്താണ്, എങ്ങനെ നമ്മളിങ്ങനെ പോയാൽ മതി, നമ്മൾ പെണ്ണിന് കുട്ടികളെ നോക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ പരിഹാര കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവസാനം എനിക്ക് അത്ഭുതം തോന്നിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ വന്ന പെൺകുട്ടി ഉണ്ടല്ലോ, സംസാരിക്കുന്ന ഈ ഭാര്യ, അവര് വൈകാരികമായി, വളരെ വൈകാരികമായി ശബ്ദമുയർത്തി സംസാരിക്കേണ്ട ചില വിഷയങ്ങൾ വരെ ഒരേ ശബ്ദത്തോടെ, പതിഞ്ഞ ശബ്ദത്തോടെയാണ് ആ പെണ്ണ് സംസാരിക്കണത്. ഒരു ശബ്ദം ഉയർത്തി വൈകാരികമായിട്ട് വരെ സംസാരിക്കേണ്ട ചില വിഷയങ്ങൾ വരെ ശബ്ദം താഴ്ത്തി പതിഞ്ഞ ശബ്ദത്തിൽ ആ ഒരു വന്നത് മുതൽ പോകുന്നത് വരെ ഫുൾ സംസാരങ്ങൾ ഒരേ സൗമ്യത്തിൽ ഒതുങ്ങുക. അപ്പോൾ ഞാൻ അവസാനം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഇവർ വന്ന് സംസാരിച്ചപ്പോൾ ആദ്യം മുതൽ ഇവരെ നോക്കുന്നുണ്ട്. കാരണം ഇവർ വളരെ വൈകാരികമായിട്ട് ശബ്ദം ഉയർത്തിയൊക്കെ ദേഷ്യം പിടിച്ച് സംസാരിക്കേണ്ട ചില വിഷയങ്ങൾ വരെ ഇവർ വളരെ സൗമ്യതയോടെ ശബ്ദം താഴ്ത്തി വളരെ മിതത്തോടെ ഇവരെ ഈ ശബ്ദം സംസാരം ഇങ്ങനെ തന്നെ, അത് ആദ്യം അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടുമോ വേറെ ദുനിയാവിൽ ഒരു മനുഷ്യൻ? ഇതൊരു വലിയ സമ്പത്തല്ല, ഇത് എന്തെങ്ങനെ കാണാതെ പോണത്? എത്രയും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിഷയങ്ങൾ ഉണ്ടായിട്ടും ഈ രൂപത്തിൽ ശബ്ദമുയർത്താതെ വൈകാരികമാകാതെ ഒതുക്കത്തിൽ സംസാരിക്കുന്ന ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ആ ഒരു പെണ്ണ് ദുനിയാവിൽ ഏറ്റവും വലിയൊരു സമ്പത്തല്ലേ? ആ നിധി എന്താ കാണാതെ പോണത്? കല്യാണം പ്രായമായൊരു പെൺകുട്ടിയില്ലേ, നിങ്ങൾ 2 പേരും ഡിവോഴ്സോട് കൂടി 2 വഴിക്ക് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അവസ്ഥ എന്താ, ഈ പെണ്ണിൻ്റെ അവസ്ഥ എന്താ, ഈ മോളെ അവസ്ഥ എന്താ, ഈ പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീൻ്റെ അവസ്ഥ എന്താ? എവിടെ എത്തും അവരെ ഭാവി എങ്ങനെയാകും? ആ മക്കള് അങ്ങേയറ്റം സ്നേഹിക്കുന്നത് ഇവിടെ വന്നിട്ട് സംസാരത്തിനിടയ്ക്ക് ആ മകള് വാപ്പാനെ വിളിക്കുന്നുണ്ട്, ഉമ്മാനെ വിളിക്കുന്നുണ്ട്, ഇടക്കിടക്ക് ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്. എന്നാൽ ആ ഫോൺ ചെയ്ത് വിളിച്ച സമയത്ത് ഈ ഉമ്മാക്ക് ഫോൺ ചെയ്ത സമയത്ത് ഉമ്മാനോട് മകള് പറഞ്ഞ ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പാനെ പറ്റി നിങ്ങൾ പറയുമ്പോൾ ഇപ്പാനെ പറ്റി നിങ്ങൾ മോശമായിട്ടൊന്നും പറയരുത് കേട്ടോ, ഇപ്പാനെ പറ്റി നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത് കേട്ടോ എന്നാണ് ആരോട് പറഞ്ഞത്? ഈ മകള് ഫോൺ ചെയ്ത് ഉമ്മനോട് പറഞ്ഞു. അത്രയും ഒരു കരുതലുള്ള ഒരു മകള് ആ വീട്ടിലുണ്ട്, അത്രയും വാപ്പാനിമ്മാനെ സ്നേഹിക്കുന്ന മക്കളുണ്ട്. നിങ്ങൾ ഡൈവേഴ്സായിട്ട് പിരിഞ്ഞാൽ ഈ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ പല കുടുംബങ്ങളിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആങ്ങളാരുണ്ടാകും, വാപ്പിമ്മ മരിച്ചു പോയിട്ടുണ്ടാവും. ഇനി വാപ്പിമ്മ ഉണ്ടെങ്കിൽ തന്നെ വാപ്പാക്കും ഉമ്മാക്കും ചിലപ്പോൾ ഈ മക്കൾ ഭാരമായിട്ട് മാറും. ഒരു ഊക്കനും കണ്ട് വന്നിട്ട് അവസാനം ആങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ മക്കളും കുടുംബവും പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും. ഇവരെ ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പിന്നെ പ്രയാസത്തിന് മേൽ പ്രയാസങ്ങൾ വരുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പം അതിലൊക്കെ വിഷയങ്ങൾ നമ്മൾ എവിടെയാണോ ഖുർആനികമായി എന്താണോ അതിന് പരിഹാരം, ആ പരിഹാരം തേടിയാൽ പ്രശ്നം തീരൂലേ എന്ന് പറഞ്ഞ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് മുന്നിലുള്ള ഖുർആനിക പരിഹാരം കാണിച്ചു കൊടുത്തപ്പം അവർക്കത് ശരിക്കണ്ട് ബോധ്യപ്പെട്ടു. ശരിക്കും തന്നെ ബോധ്യപ്പെട്ടു. അതായത് ഇപ്പം നമ്മൾ സാധാരണ ഈ കുട്ടികളുടെ ഈ പിന്നെ ഈ കളി പുസ്തകത്തിൽ ഈ ചിത്രകഥയും മറ്റേ കഥകളൊക്കെ പണ്ട് കുട്ടികൾ വായിക്കണ ഈ കഥാപുസ്തകങ്ങൾ ഉണ്ടാവും. ഈ കഥാപുസ്തകങ്ങളിൽ ഉണ്ടാകും കുട്ടികൾക്ക് പല വർക്കുകൾ ഉണ്ടാവും. അതിലുണ്ടാകും ഇങ്ങനെ പല കെട്ടിക്കൂടി വഴി കാണിക്കുക എന്നൊരു പരിപാടി ഉണ്ടാവും.
വഴി കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അതിലിങ്ങനെ പല ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പല വഴിക്ക് പോകും, അവിടെ പോകുമ്പോൾ ഒരു മുട്ടും, പിന്നെ ഇങ്ങനെ പോകുമ്പോൾ അത് തുറന്നൊരു വഴി ഉണ്ടാവും. ആ വഴി കാണണമെങ്കിൽ കുറേ പണി ഉണ്ടാവും, കുറേ നല്ലോണം നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ വേറൊരു വഴിക്ക് പോകുമ്പോൾ കുറേ പോകും, അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും. എവിടെയും ബ്ലോക്ക് ഇല്ലാതെ ചെന്നിട്ട് ഈ സിമ്മം ചെന്നിട്ട് മൊബൈലിനെ പിടിക്കണ ഒരു ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ആ വഴി കാണുക എന്നുണ്ട്. ഈ വഴി കാണണം. ഈ വഴി എവിടെ ഉണ്ട്? നമ്മളെ മുന്നിൽ പല വഴികളാണുള്ളത്. ആ പല വഴികളിലൂടെ പോയാൽ അടക്ക മുട്ടുണ്ടാകും, അടക്കം തടസ്സം ഉണ്ടാകും. എന്നാൽ തടസ്സമില്ലാത്തൊരു വഴി ഖുർആൻ പറയുന്നുണ്ട്, ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം പറയുന്നുണ്ട്. ഇസ്ലാമിലുണ്ട് ആ പ്രശ്നത്തിൻ്റെ പേര്. അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് കാണിച്ചു കൊടുക്കുമ്പം ഇത് ശരിയാണല്ലോ, ഈ വഴി നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് എന്ന് ബോധ്യപ്പെടുമ്പം പ്രശ്നങ്ങളില്ലാതെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതാണ് ഖുർആന്റെ മൗഇദത്ത്. ഏത് വിഷയങ്ങളിലേക്കുമുള്ള ശക്തമായ ഉപദേശങ്ങൾ അതാണ്. അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് എന്തിനാണ്? ഒരിക്കലും ഇനി അത്തരം പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നമ്മുടെ ഒന്നും ജീവിതത്തിലേക്ക് വരാതിരിക്കാനും ആവർത്തിക്കാതിരിക്കാനുമാണ് അള്ളാഹു തആല ഇത്തരം കാര്യങ്ങൾ ഉപദേശമായി നമുക്ക് പറഞ്ഞു തരണമെന്നുള്ള. പക്ഷെ സങ്കടം എന്താണെന്ന് വെച്ചാൽ അത് കാണാനും കേൾക്കാനും അറിയാനൊന്നും നമുക്കാർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ നമ്മളെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ പല കുടുംബങ്ങളും അങ്ങനെ നിരങ്ങി ജീവിച്ച് തീരുന്നു എന്ന് മാത്രം. അത്തരം അനുഭവങ്ങളിലേക്കാണ് പലരും പോകുന്നത്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ കുടുംബ പ്രശ്നങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറയുക? ഇപ്പം നമുക്ക് കെട്ടിക്കാനുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ, കല്യാണം കഴിക്കാനുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ, വളർന്നു വരുന്നുണ്ടെങ്കിൽ, ഈ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ പ്രശ്നം ഉണ്ടായതിന് ശേഷം ഉപദേശിക്കാന്ന് വെക്കണ്ട. ഉപദേശം എപ്പോഴാണ് നടക്കേണ്ടത്? അത് വളരെ പ്രധാനമാണ്. ഉണ്ടായി കഴിഞ്ഞ ശേഷം ഉപദേശിക്കേണ്ടതല്ല പറഞ്ഞത്, അവിടെ ഉപദേശം ആവശ്യമാണ്. പക്ഷെ ഉപദേശം അവിടേക്ക് നീട്ടി വെക്കണ്ട. ഉപദേശം എപ്പോൾ കിട്ടണം? അതിന് മുമ്പ് കിട്ടണം ഉപദേശം. നമ്മൾ ഇതൊക്കെ പ്രശ്നമൊന്നുമില്ല, ഇനി പ്രശ്നം ഉണ്ടാവുമ്പോൾ അപ്പോൾ ഉപദേശിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കണ്ട. എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മളെ കുട്ടിക്ക് ഇപ്പം തന്നെ അറിയണം. അപ്പം പെൺകുട്ടികൾ, കല്യാണം കഴിയുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അവിടെ നമ്മൾ എന്തെല്ലാം, അവിടെ ചിലപ്പോൾ വാപ്പാൻ്റെ സ്വഭാവം, ഉമ്മാൻ്റെ സ്വഭാവം, ഇവിടുത്തെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം ആകണമെന്നില്ല, അവിടുത്തെ അന്തരീക്ഷം ആകണമെന്നില്ല. അപ്പോൾ അതിന് നമ്മൾ അവിടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ള ശക്തമായൊരു ട്രെയിനിങ് കൊടുക്കണം, നിർദ്ദേശങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിൽപ്പെട്ടൊരു അവസരമാണ് ഇൻഷാ അല്ലാഹ് ഈ നാളെ നമ്മുടെ സലഫി സെൻറ്ററിൽ 9 മണി മുതൽ 12 മണി വരെ പെൺകുട്ടികൾക്കും പെൺകുട്ടികളെ ഉമ്മാർക്കും ഡോക്ടർ റസീലയുടെ ക്ലാസ് ഉണ്ട്. ഡോക്ടർ റസീല എന്ന് പറഞ്ഞാൽ നല്ലൊരു കൗൺസിലറാണ്, ഒരു മനഃശാസ്ത്ര വിദഗ്ധയാണ്. ഒരുപാട് കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തിട്ടുള്ള, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള, ഇപ്പോഴും ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ആ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം? അവരവരുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നൊക്കെ കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മളെ മക്കൾക്കും പഠിക്കാണ്ടാവും. അപ്പം നിർബന്ധമായും നമ്മളെ പെൺകുട്ടികളെയും നമ്മളെ ഭാര്യമാരെയും നമ്മൾ എന്ത് ചെയ്യണം? പെൺകുട്ടികൾ മാത്രം പോരാ, സ്ത്രീകളും വേണം, പെൺകുട്ടികളും ആ പെൺകുട്ടികളുടെ ഉമ്മമാരും നിർബന്ധമായും ആ ക്ലാസ്സിൽ പങ്കെടുക്കുക. ഇതൊക്കെ നമ്മൾ ഈ സമൂഹത്തിലേക്ക് കൈമാറുക. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് ഈ പറഞ്ഞ ആയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആ മൗലിക സമൂഹത്തിൽ നടക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളെ പങ്കാളിത്തം ഏതൊക്കെ രൂപത്തിൽ നിന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മളെ കുടുംബത്തെ പങ്കെടുപ്പിക്കുക, നമ്മളെ അയൽപക്കത്തെ സ്ത്രീകളെ പങ്കെടുപ്പിക്കുക, നമ്മളെ കുടുംബത്തിലെ മറ്റ് സ്ത്രീകളെ പങ്കെടുപ്പിക്കുക. ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പറയുക. നമ്മളെ കുടുംബത്തിൽ എല്ലാവരോടും നിർബന്ധമായിട്ടും ആ പരിപാടിക്ക് പോകണമെന്ന് പറയുക. എല്ലാവരെയും ക്ഷണിച്ചൊരു വണ്ടിയൊക്കെ ഏർപ്പാടാക്കി അവിടേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഈ നന്മകളൊക്കെ നമ്മൾ സഹകരിക്കുക. അപ്പോൾ അള്ളാൻ്റെ ഒരു സഹായം നമ്മളെ തേടി വരും. നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അള്ളാഹു അതിൽ നിന്നൊക്കെ നമുക്ക് എളുപ്പവും സമാധാനവും നൽകും. അത് നമ്മൾ പ്രതീക്ഷിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫറത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ശരീരത്തിന് അള്ളാഹു ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും, രോഗത്തിൻ്റെ കെടുതികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.